ഒരംഗത്തെ പ്രസംഗിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഉടൻ പോയിൻ്റ് ഓഫ് ഓർഡർ ഉന്നയിക്കുന്ന ഏത് വകുപ്പ് പ്രകാരമാണെന്ന് അങ്ങ് പറയണം. ഞാൻ കൈകൊട്ടലിന് വേണ്ടിയൊന്നും പറയുന്നതല്ല. ഞാനൊരു സ്വതന്ത്രനായ ഒരു ജനകീയ MLA ആണ്. എന്നെ നിങ്ങൾ വിളിച്ചതിന് ശേഷം 3 തവണ എനിക്ക് വിളിക്കേണ്ടി വന്നു. അത് ശരിയായ കാര്യമല്ല. പറയേണ്ടവർക്ക് വേറെ സഭയുണ്ട്, അപ്പോൾ പറയണം. അങ്ങനെയാണ്. എല്ലാം ഒരുമിച്ച് പറഞ്ഞ് ഞങ്ങൾ തീർക്കണം, വാശി പിടിക്കരുത്. അപ്പോൾ എൻ്റെ അവകാശങ്ങളിന്മേൽ സഭയുടെ സംരക്ഷ ഓരോ മെമ്പർക്കും ഉണ്ടാവേണ്ടതാണ്. ബഹുമാനപ്പെട്ട ഗവർണറുടെ നയപ്രഖ്യാപനവും അതിന്മേൽ മെമ്പർ ശ്രീ വിൻസെൻ്റ് ഉന്നയിച്ച ഉപക്ഷേപവും അതിൻ്റെ എല്ലാ നല്ല കാര്യങ്ങളോടും യോജിക്കുന്നു. സർ, അടവുപരമായിട്ടുള്ള നയം സ്വീകരിക്കുന്നത് എങ്ങനെയെന്ന് ലോകത്തിലെ വിപ്ലവ പ്രസ്ഥാനങ്ങളെ പഠിപ്പിച്ചത് മഹാനായ ലെനിനാണ്. 1 സ്റ്റെപ്പ് ഫോർവേഡ് 2 സ്റ്റെപ്സ് ബാക്ക്വേഡ് എന്നാണ്. 1 സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോൾ 2 സ്റ്റെപ്പ് പുറകോട്ട് വയ്ക്കണം. ആ ലെനിൻ്റെ അടവ് നയം CPM മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആ മഞ്ഞക്കുറ്റി അപ്പോൾ തന്നെ അവർ തന്നെ ഊരുമായിരുന്നു. 1 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് പോയി, 2 സ്റ്റെപ്പ് പുറന്നോട്ട് വെക്കണം. ആ മഞ്ഞക്കുറ്റി ഇപ്പോൾ നാട്ടുകാർ ഊരിയില്ലേ. അതിന് നമ്മൾ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. ആലോചിക്കാതെ കാണിച്ച വേണ്ടാദിനമാണത്. ഇല്ല സാർ, മഹാനായിട്ടുള്ള നമ്മുടെ കവി അതായത് പ്രസാദ് പറഞ്ഞല്ലോ, വയലാറിൻ്റെ സന്തതിയായ വയലാർ രാമവർമ്മയുടെ ഒരു കവിതയിൽ പറയുന്നുണ്ട്, മാനവധർമ്മം വിളംബരം ചെയ്യുന്ന മാവേലി നാടിൻ മധുര സ്വപ്നങ്ങളെ നീതിശാസ്ത്രങ്ങൾ തിരുത്തിക്കുറിക്കുവാൻ നീള തുടിക്കും പ്രതിജ്ഞാകുലങ്ങളെ. വിദ്യാർത്ഥികളെ പറ്റിയാണ്, യുവതലമുറയെ പറ്റിയാണ്. അങ്ങനെ യുവതലമുറയുണ്ടോ ഇപ്പോൾ ഇവിടെ? ഈ കേരളത്തിലെ കലാലയങ്ങൾ അങ്ങനെ യുവതലമുറയുണ്ടോ? നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു. എൻ്റെ സഹപാഠിയല്ലേ ലോ കോളേജിലെ ബാലഗോപാലം പഠിച്ച കാലത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോ? എവിടെ? കഞ്ചാവും ചരസും അടിച്ച് ഒരു ഭാഗം നശിക്കുകയാണ്. മാധ്യമങ്ങൾക്കാവുന്ന ഒരു പ്രശ്നമേ അല്ല, അവർക്കവിടെ സർക്കുലേഷൻ മാത്രമാണ്. അപ്പോൾ മാനവധർമ്മം വിളംബരം ചെയ്യുന്ന മാവേലി നാടിൻ്റെ മധുര സ്വപ്നങ്ങളാണ് ഈ കുട്ടികൾ. എന്ന് മാത്രം നീതിശാസ്ത്രങ്ങൾ, തെറ്റായ നിയമം വ്യവസ്ഥ തിരുത്തിക്കുറിക്കുന്ന വിപ്ലവകാരികളാണ്. അങ്ങനെയാണ് നേരത്തെ പറഞ്ഞ വയലാറും പുന്നപ്രയും ഒക്കെ ഉണ്ടായത്. അപ്പോൾ വയലാറിനും പുന്നപ്രയിലെയും രക്ഷാക്ഷണത്തിന് മുമ്പിൽ മൂത്ര വിളിക്കുന്ന ആൾക്കാർക്ക് ഇതുവല്ലോ അറിയോ? എന്ത് മാനവധർമ്മമാണ് തിരുത്തി കുറിക്കുന്നത്? അതെല്ലാം ചെയ്യുന്നില്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾക്ക് ഭാവിയില്ല. ലോകം അത് കാണിച്ചു തന്നിട്ടുണ്ട്. എന്തുകൊണ്ട് സോവിയറ്റ് യൂണിയൻ തകർന്നു? ഇവിടെ ഇരിക്കുന്ന UDF-കാർക്കും അത് വിഷമമുണ്ടാകും. കാരണം സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യക്ക് എന്തെല്ലാം പ്രയോജനമായിരുന്നു, കേരളത്തിൽ പ്രയോജനമായിരുന്നു. ഇറാനിലൊന്നും അമേരിക്ക കയറി കളിക്കത്തില്ലായിരുന്നു സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നെങ്കിൽ. ബംഗ്ലാദേശിനെ ആക്രമിക്കാൻ അമേരിക്കൻ 7ാം കപ്പൽപ്പട വന്നപ്പോൾ അവിടെ നിൽക്കുക എന്ന് പറഞ്ഞ സോവിയറ്റ് കപ്പൽപ്പട വന്ന് ഇന്ദിരാഗാന്ധി വിളിച്ചു വരുത്തി. ഇൻഡോ റഷ്യൻ കരാറനുസരിച്ച് അമേരിക്കൻ കപ്പൽപ്പട പിൻവാങ്ങിക്കളഞ്ഞു. ആ റഷ്യ ഉണ്ടായില്ല, ഇപ്പം ഇല്ല.